ഗസയിലെ വംശഹത്യ തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ്. ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം തീയിട്ടാണിപ്പോൾ ഇസ്രയേലിൻ്റെ നിൽപ്പ്. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഏതെല്ലാം തരത്തിലാണ് പ്രതിരോധ സംഘങ്ങൾ പ്രവർത്തിച്ചത്? എന്താണിപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങളിലെ അവസ്ഥ? അത് ഇസ്രായേലിന് ബാക്കി വെച്ചത് എന്താണ്? ചോര പുരണ്ട മണമുണ്ട് ഗസ എന്ന വാക്കിനിപ്പോൾ. ചെറുത്തുനിൽപ്പ് തീരാത്ത അതിൻ്റെ ഉള്ളറകളിൽ ബന്ദികളെയും ഹമാസിൻ്റെ പ്രധാന നേതാക്കളെയും പിടിക്കാനാകാതെ അലയുകയാണ് ഒരു വർഷമാകുമ്പോഴും ഇസ്രയേൽ സൈന്യം. ചെറിയൊരു തുരുത്തിനകം മുഴുവൻ ആണവ ബോംബിന് സമാനമായ വംശഹത്യ നടത്തിയിട്ടും ഇസ്രയേൽ യുദ്ധത്തിന് തന്ത്രപരമായ വിജയം ഇതുവരെ നേടിയിട്ടില്ല. ഒരു വർഷം നീണ്ട ഗസയിലെ വംശഹത്യയിൽ ചെറുത്തുനിൽപ്പിന്റെ പുത്തൻ അധ്യായങ്ങളാണ് ഇറാനും ഹൂത്തികളും ഹിസ്ബുള്ളയും അതിർത്തി രാജ്യങ്ങളും തീർത്തത്. എന്നാൽ ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളെ വധിച്ചതും ഇറാൻ യമൻ ആക്രമണങ്ങളും ഇസ്രയേൽ നേട്ടമായി എണ്ണുന്നു. ചെങ്കടൽ വഴി പോകുന്ന ഇസ്രയേൽ അനുകൂല കപ്പലുകൾക്ക് ഇന്നും യാത്ര ചെയ്യാനാകാത്ത സ്ഥിതി ഹൂത്തികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാനൊപ്പം ഹിസ്ബുള്ള കൂടി ചേർന്നതോടെ ഇസ്രയേലിന് ചുറ്റും ഇപ്പോഴും പുകയുകയാണ് അന്തരീക്ഷം. ഫലസ്തീൻ രാജ്യം പിറക്കാതെ സൗദി അറേബ്യക്ക് ഇസ്രയേലുമായി ഇനിയൊരിക്കലും ബന്ധം സ്ഥാപിക്കാനാകില്ല എന്നതാണ് ഒരു വർഷം നീണ്ട ഗസ വംശഹത്യയുടെ മറ്റൊരു ഭാഗം. ഫലസ്തീൻ എന്ന ഉപാധിയില്ലാതെ ഇസ്രയേലുമായി ഇനിയൊരു ചർച്ചക്കുമില്ലെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട് സൗദി കിരീടാവകാശി. സാധ്യമാകുമായിരുന്ന നയതന്ത്ര ബന്ധങ്ങൾ പോലും ഇസ്രയേലിന് ഗസയിലെ വംശഹത്യയിലൂടെ നഷ്ടമായി. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഇറാനോട് ചേർന്ന് നിൽക്കുന്ന പ്രതിരോധ സഖ്യങ്ങളായിരുന്നു ഇസ്രയേലിനെതിരായ ആക്രമണത്തിലും പ്രതിരോധത്തിലും മുന്നിൽ. ഹമാസിന്റെ ആക്രമണത്തിലും ഇസ്രയേലിന്റെ വംശഹത്യക്കും പിന്നാലെ ഇറാനും ഹിസ്ബുള്ളയും ചേർന്ന് സൃഷ്ടിച്ച പ്രതിരോധം ഇസ്രയേലിനെ ഇന്നും അലട്ടുന്നുണ്ട്. ഒക്ടോബർ 7 ശേഷം ഇറാനും ഇസ്രയേലും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതിയുണ്ടായി. നിരവധി തവണ ഇരുകൂട്ടരും മിസൈലുകൾ അയച്ചു. അതിലേറ്റവും ഒടുവിലെത്തേത് ഒക്ടോബർ 1 സൈനിക താവളങ്ങളെയും കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചെത്തിയ ഇറാന്റെ 200ഓളം മിസൈലുകളായിരുന്നു. ഇതിന് തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ. ഒരു വർഷം നീണ്ട യുദ്ധത്തിൽ ഇസ്രയേലിന്റെ പ്രധാന നേട്ടമായിരുന്നു ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് നടത്തിയ പേജർ സ്ഫോടനം. ഇതിലൂടെ 32 പേരെ ഇസ്രയേൽ കൊന്നു. ആക്രമണം ഹിസ്ബുള്ളക്ക് കനത്ത തിരിച്ചടിയായി. 3000ഓളം പേർക്കായിരുന്നു പരിക്ക്. അവരുടെ ഇന്റലിജൻസ് സംവിധാനത്തിലേക്ക് ഇസ്രയേൽ കയറിയതിന്റെ തെളിവ് കൂടിയായിരുന്നു ആ ആക്രമണം. ഹിസ്ബുള്ളയുടെ ഭരണ നേതൃത്വത്തിലെ മിക്കവരെയും വധിച്ചു. ഇതിന് പിന്നാലെ സെപ്റ്റംബർ 27 സെക്രട്ടറി ജനറൽ ഹസൻ നസ്രുള്ളയെയും വധിച്ചു. തുടർന്ന് ചുമതലയേൽക്കേണ്ട ഹാഷിം സഫിയുദ്ദീനെയും ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ആക്രമണം നടന്നു. നേതാവിനെ പ്രഖ്യാപിക്കാതെയാണ് നിലവിൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തനം. ഹിസ്ബുള്ളക്ക് തിരിച്ചടി ഉണ്ടാക്കിയെങ്കിലും ഇന്നും ഇസ്രയേലിന് പ്രധാന വെല്ലുവിളി അവരുടെ സൈനിക ശക്തിയും ഒളിയാക്രമണങ്ങളുമാണ്. ലെബനോൻ അതിർത്തിയിൽ നിന്നും ഹിസ്ബുള്ളയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തോടെ ഒഴിഞ്ഞുപോയ ഇസ്രയേൽ കുടിയേറ്റക്കാർക്ക് ഒരു വർഷത്തിലേറെയായി അവിടെ ഇനിയും തിരിച്ചെത്താനായിട്ടില്ല. ഇവരെ തിരികെ പ്രവേശിപ്പിക്കാൻ എന്ന പേരിൽ കരയാക്രമണത്തിന് കഴിഞ്ഞയാഴ്ച ലെബനോനിലേക്ക് ഇസ്രയേൽ പ്രവേശിച്ചു. കാലെടുത്തു വെച്ച ദിനം തന്നെ ഒളിപ്പോരിലൂടെ ഹിസ്ബുള്ള വധിച്ചത് 9 ഇസ്രയേൽ സൈനികരെയാണ്. അവരുടെ 100-ലേറെ സൈനികർക്ക് പരിക്കുമുണ്ട്. 200-ലേറെ പോരാളികളെ ലെബനോനിൽ വധിച്ചെന്ന് ഇസ്രയേൽ സൈന്യവും അവകാശപ്പെടുന്നു. ഏറ്റുമുട്ടൽ 2 ആഴ്ചക്കകം അവസാനിപ്പിക്കാനാണ് ഇസ്രയേലിന്റെ ശ്രമമെങ്കിലും കരയാക്രമണത്തിന്റെ ഫലം ഇസ്രയേലിന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഹമാസിനെ നേരിടുന്നത് പോലെയല്ല ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലെന്ന് ഇസ്രയേലിനും അറിയാം. 4 ഭാഗവും അതിരുകൾ അടച്ചിട്ട് വരിഞ്ഞു മുറുക്കിയ ഗസക്ക് ആയുധങ്ങൾ അധികമൊന്നുമില്ല. നേരിടാനുണ്ടായിരുന്നത് 20,000ഓളം പോരാളികൾ മാത്രമായിരുന്നു. അവരിൽ നിന്നും ഒളിപ്പോരാണ് ഇസ്രയേൽ ഇന്നും നേരിടുന്നത്. വരിഞ്ഞു മുറുക്കിയ പ്രദേശത്ത് നിന്നവർ നേരിടുന്നത് തന്നെ പ്രതിരോധത്തിലെ അത്ഭുതമാണ്. എന്നാൽ ഹിസ്ബുള്ളയുടെ ശക്തി അങ്ങനെയല്ല. പരിശീലനം ലഭിച്ച 1,00,000 സൈനികർ ഹിസ്ബുള്ളക്കുണ്ട്.
സിറിയയിലും അയൽ രാജ്യങ്ങളിലും അവരുടെ സാന്നിധ്യവുമുണ്ട്. ലെബനോൻ എന്ന രാജ്യമൊന്നാകെ ഇസ്രയേലിനെതിരെ തിരിയുമെന്ന ഭീതിയും നെതന്യാഹുവിനുണ്ട്. അതിനാൽ ഇസ്രയേൽ അതിർത്തിയിലെ ലെബനോന്റെ മണ്ണിൽ ഹിസ്ബുള്ള കേന്ദ്രത്തിൽ ആക്രമണം നടത്തി 3 ആഴ്ച കൊണ്ട് മടങ്ങാനാണ് ഇസ്രയേലിന്റെ ശ്രമം. ഗസയിലേക്കും ഇത് പറഞ്ഞാണ് ഇറങ്ങിയതെങ്കിലും ഇന്നിപ്പോൾ വർഷം 1 പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ഗസയിൽ നിന്നും ബന്ദികളുമായോ ഹമാസിന്റെ നേതാക്കളുമായോ മടങ്ങാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. 1 വർഷം പൂർത്തിയാകുമ്പോൾ ഇറാനിൽ വെച്ച് ഹമാസ് നേതാവിനെ വധിച്ചതും ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതും ഹൂത്തി കേന്ദ്രങ്ങളിലെ ആക്രമണവും ഇസ്രയേലിന് എടുത്തു പറയാനുണ്ട്. പക്ഷേ യുദ്ധത്തിലെ തന്ത്രപരമായ ലക്ഷ്യം നേടിയോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. പട്ടിണിയും ആഭ്യന്തര സംഘർഷങ്ങളും തകർത്ത യമനിലെ ഹൂത്തികളായിരുന്നു ഇസ്രയേലിനെതിരായ യുദ്ധത്തിലെ മറ്റൊരു പ്രധാന ഒളിപ്പോരുകാർ. സൂയസ് കനാൽ വഴി പോകുന്ന ഇസ്രയേൽ കപ്പലുകൾക്ക് ലോക്കിട്ടും തീയിട്ടും അവർ വേറിട്ട് നിന്നു. ഇന്നുവരെ അവർ നടത്തിയത് 100-ലേറെ കപ്പലാക്രമണങ്ങളാണ്. ഇതോടെ കപ്പലുകൾ വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടും വർഷം 1 പോകുന്നു. കപ്പലിന്റെ ചാർജും നിരക്കും ആഗോള ലോജിസ്റ്റിക്സ് മേഖലയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. സൗദിയും ഗൾഫ് രാജ്യങ്ങളുമെല്ലാം ആഫ്രിക്ക വഴി കറങ്ങിയാണ് ഭൂരിഭാഗം ചരക്കും എത്തിക്കുന്നത്. ഇസ്രയേലും US-ഉം UK-യുമെല്ലാം ബോംബിട്ട് നിർവീര്യമാക്കാൻ ശ്രമിച്ചിട്ടും ഹൂത്തികളെ തടയാനായിട്ടില്ല. 11 മിനിറ്റ് കൊണ്ട് 2000-ലേറെ കിലോമീറ്റർ താണ്ടി ഇസ്രയേലിൽ പതിച്ച ഹൂത്തികളുടെ മിസൈലുകളും പ്രതിരോധ സഖ്യത്തിലെ സുപ്രധാന അധ്യായമായിരുന്നു. ഒക്ടോബർ 7-ന് ശേഷം ഓരോ തവണയും ഓരോ ദിനവും സൈറൺ ഇസ്രയേൽ നഗരങ്ങളിൽ മുഴങ്ങുന്നുണ്ട്. അതു പേടിച്ച് നിലവറകളിൽ ഒളിച്ചു ജീവിക്കുന്ന ജനതയാക്കി ഇസ്രയേലികളെ മാറ്റി എന്നതാണ് സയണിസത്തിന്റെയും നെതന്യാഹുവിന്റെയും 1 വർഷം നീളുമ്പോഴുള്ള സംഭാവന. ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിൽ ഇപ്പോൾ ചിത്രം വ്യത്യസ്തമാണ്. 1979-ൽ ഇസ്രയേലിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച ഹിസ്ബുള്ളക്ക് 1985-ലും 2000-ലും ഇസ്രയേലിനെ പിറകോട്ടടിപ്പിച്ച ചരിത്രമുണ്ട്. ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ഹൂത്തികൾ ആകാശവും കടലും പടക്കളമാക്കി കാത്തിരിക്കുന്നുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കാനെന്ന വണ്ണം ഇന്നലെ മുതൽ തെരുവിലേക്കിറങ്ങി ഇറാന്റെ പരമോന്നത നേതാവും കളത്തിലുണ്ട്. ഇസ്രയേൽ ജനതയിലെ 4-1 പേരും അവരുടെ രാജ്യം സ്ഥിരമായോ താൽക്കാലികമായോ വിടാൻ ആഗ്രഹിക്കുന്നുവെന്ന സർവേ ഫലം ഇസ്രയേൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഇന്നലെയാണെന്ന് ഓർക്കണം. യുദ്ധഭീതിയിൽ മാറിമറിയുന്ന പശ്ചിമേഷ്യയിൽ പോരാട്ടത്തിന് തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിരോധ സംഘങ്ങൾ. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫലസ്തീൻ എന്ന രാജ്യം പിറക്കാതെ ഇസ്രയേലുമായി ഇനി ബന്ധത്തിന് പോകില്ല. ലെബനോൻ, സിറിയ, യമൻ, ഫലസ്തീൻ ചുറ്റിലെ രാജ്യങ്ങളിലെല്ലാം തീയിട്ടാണ് 1 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇസ്രയേലിന്റെ നിൽപ്പ്. അതിനു നടുവിൽ ഇനി എങ്ങനെ സ്വസ്ഥമായി ഉറങ്ങാനാകുമെന്ന അലട്ടൽ അവർക്ക് ചുറ്റും 1 വർഷം പൂർത്തിയാകുമ്പോഴും ഇരമ്പിയാർക്കുകയാണ്.